NFCമാരെയും അതുപോലെ ആദിവാസി ബാലനെയും കണ്ടു. ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനരായ MP മാർ പറഞ്ഞു. ആദിവാസി ബാലൻ്റെ കാര്യത്തിൽ തോന്നിയൊരു കാര്യം, യുവാവ് 19 വയസ്സ് ഉള്ളതാണ്. അപ്പോൾ തോന്നിയൊരു കാര്യം, ജയിലധികൃതർ ബോധപൂർവം പറയിപ്പിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവനൊരു റെഡിമെയ്ഡ് ഉത്തരം പറയുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ കുറേ കാലമായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയമുള്ളവരായതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അവന് യാതൊരു പ്രയാസവും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സംസാരിച്ചതുപോലെയാണ് തോന്നിയത്. സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ അവർ ഓരോ ദിവസവും ഇറങ്ങാമെന്നുള്ള പ്രതീക്ഷയിലാണ് അതിനകത്ത് നിൽക്കുന്നത്. ആ പ്രതീക്ഷ കൊണ്ട് അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ട സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ഒരു സമാധാനം ഇരിക്കാൻ അവർക്ക് സ്വാഭാവികമായിട്ടൊരു കരുത്തുള്ളത് കൊണ്ടാവാം അവരങ്ങനെ ഇരിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഒരു ഡെസ്റ്റിനേഷനിലെത്തുമെന്ന് വിചാരിച്ചവർ അപ്രതീക്ഷിതമായ കേന്ദ്രത്തിലെത്തി 9 ദിവസമായി. അതിൻ്റെ പ്രയാസങ്ങൾ അവരുടെ ഭാഗത്തുണ്ട്. പക്ഷേ നമ്മുടെ ഈ അഭൂതപൂർവമായ ഒരു പിന്തുണ, ഒരു സംസ്ഥാനം ഒറ്റക്കെട്ടായി അതിലുപരി ഒരു രാജ്യമൊക്കെ നിൽക്കുന്ന ഒരു കാര്യം ഞങ്ങൾ അവരോട് പറഞ്ഞു. പല വിവരങ്ങൾക്കും അവർക്ക് സമയമായിട്ട് അറിയാൻ പറ്റില്ല. കാരണം അവർ ഇൻഫോംഡ് അല്ലല്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോടതിയിൽ ഇന്നലെ നടന്ന കാര്യങ്ങൾ പോലും അവർക്ക് അറിയുമായിരുന്നില്ല. എന്തായിരുന്നാലും അവരെ മനോബലം കൊണ്ടും മറ്റും ഒക്കെ നിൽക്കുന്നു. അവരെക്കുറിച്ച് പിന്നെ എല്ലാവരുടെയും ഒരു പിന്തുണ അവർക്കുണ്ട് എന്നത് അവരെ കൂടുതൽ ആഹ്ലാദഭരിതരാക്കുമ്പോൾ ഞങ്ങൾ അവരെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചു. ഉറച്ച പ്രതീക്ഷയാണ്. നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നല്ല വാർത്തയുമായിട്ട് കാണാമെന്നാണ് ഞങ്ങളെല്ലാവരും വിചാരിക്കുന്നത്.